ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അഹങ്കാരമുള്ള മനുഷ്യരെ നമ്മൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? സ്വാഭാവികമായിട്ടില്ല. നമ്മൾ തന്നെ അഹങ്കാരം പറയുന്നതോ അല്ലെ അഹങ്കാരമുള്ള ആളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അവരുടെ ഒരു വിചാരം, അഹങ്കാരം പ്രകടമാക്കുന്ന വ്യക്തിയുടെ വിചാരം, മറ്റുള്ളവരെക്കാളെല്ലാം താനാണ് ശ്രേഷ്ഠൻ എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ബുദ്ധിപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കും, സൗന്ദര്യപരമായിട്ടായിരിക്കും, അറിവ് സംബന്ധിച്ചായിരിക്കും, എന്തും ആയിക്കോട്ടെ, അവർക്കതിനൊരു കാരണമുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് തങ്ങളുടെ പരിമിതിയെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. ഇപ്പോൾ താഴ്മ എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള ബോധം, അതാണ്. അപ്പം നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ശ്രദ്ധപ്പെടുത്തട്ടെ. ഇപ്പോൾ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ ഭൂമിയിൽ പോലെ നമ്മളിന്ന് ആരും പൂർണ്ണമായിട്ട് സഞ്ചരിച്ച് തീർന്നിട്ടില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു ജില്ല, അതിൻ്റെ പോലും എല്ലാ ഭാഗങ്ങളും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഭൂമി എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അല്ലേ? അപ്പോൾ ഈ ഭൂമി മാത്രമല്ല, അതുപോലെ ഭൂമിയെക്കാളും 100 ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ, മറ്റനവധി ഗ്രഹങ്ങൾ വേറെയുണ്ട്, 5 ഇരട്ടി വലുപ്പമുള്ള വ്യാഴം, അല്ലേ? അപ്പോൾ എത്ര വിശാലമാണെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഒരു ഗാലക്സിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് നക്ഷത്രങ്ങളുണ്ട്, മറ്റ് ഗ്രഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഗാലക്സിക്ക് പറയുന്നത് മിൽക്കി വേ ഗാലക്സി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രീക്കുകാരായിരിക്കും സ്വാഭാവികമായിട്ട് ഇത് കണ്ടെത്തിയത്. കാരണം ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് സമൂഹത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അവരുടെ ചിന്താഗതി നേരത്തെ തന്നെ ഉയർന്നായിരുന്നു. അവരാണ് ഒരു പരിധി വരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും 13.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ മിൽക്കി വേ ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനം. നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതാണ്. പക്ഷേ ഈ മിൽക്കി വേയുടെ ഒരു ഡയമെൻഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് എത്ര വിശാലമാണ്. നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, മറ്റ് ഗ്രഹങ്ങൾ, അല്ലെ, 9 ഗ്രഹങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതടങ്ങുന്നൊരു ഇതിനാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്, മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം, അപ്പോൾ അതിൻ്റെ ഒരു അത് എത്ര വലുതാണെന്ന് ചിന്തിക്കാനായിട്ടേ, ഈ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ പരിശോധിക്കുകയാണല്ലേ, 1,00,000 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നതിൻ്റെ ദൈർഘ്യത്തിന് കണക്ക് കൂട്ടുക. അപ്പോൾ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ഏകദേശം 3,00,000 കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രത്തോളം ദൂരം പോകുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഒരു മണിക്കൂറിൽ, ഒരു ദിവസത്തിൽ, ഒരു വർഷത്തിൽ, അങ്ങനെ 1,00,000 വർഷം പ്രകാശം ഒരറ്റത്ത് സഞ്ചരിച്ചാലേ നമ്മുടെ മിൽക്കി വേയുടെ അങ്ങേയറ്റത്തെത്തുള്ളൂ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് എത്ര വിശാലമാണ് നമ്മുടെ ഈ മിൽക്കി വേ എന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നമ്മുടെ ഈ മിൽക്കി വേയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഗാലക്സി ഉണ്ട്, ആൻഡ്രോമഡ ഗാലക്സി. അപ്പോൾ ഒരു ഗാലക്സിയിൽ നിന്ന് അടുത്ത ഗാലക്സിയിലേക്കുള്ള ദൂരവും ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഗാലക്സിയിൽ നമ്മളുടെ ഒരു പങ്ക് എന്തായിരിക്കും, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഇതിനകത്ത് കോടാനുകോടി നക്ഷത്രങ്ങൾ ഇതിനകത്തുണ്ട്. 200 മുതൽ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഈ മിൽക്കി വേയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാതെ എന്താണെന്ന്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശമുള്ള ഒരു ഗ്രഹത്തിനാണ് നമ്മൾ, നക്ഷത്രത്തിനാണ് നമ്മൾ. നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥമാണ്, സ്വയം പ്രകാശമുള്ളതാണ്. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രമാണ് എങ്ങനെയുള്ളത്, സ്വയം പ്രകാശമുള്ളത്. അതുപോലെ നൂറുകണക്കാണ്. അപ്പോൾ 200 മുതൽ 400 ബില്യൺ നക്ഷത്രങ്ങളാണ് നമ്മുടെ ഈ മിൽക്കി വേയിൽ തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതെത്ര പ്രൗഢഗംഭീരമാണ് എന്നാണ് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങി ഓർത്ത് നോക്കിയാൽ അത് എത്രത്തോളം വിശാലമായിട്ടുള്ളതാണ്. 1,00,000 പ്രകാശവർഷം സഞ്ചരിച്ചെങ്കിലേ ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്ത് നമ്മുടെ മിൽക്കി വേയിൽ പോലും എത്താൻ പറ്റും, നമ്മുടെ ഗാലക്സിയിൽ മാത്രം. അപ്പോൾ ഈ ഗാലക്സിയിൽ നിന്ന് അടുത്ത ഗാലക്സിയിലേക്ക് അങ്ങനെ 100 കണക്കിന് ഗാലക്സികളുണ്ട്.
ഗാലക്സിൻ്റെ കൂടെ തന്നെ ക്ലസ്റ്റർ ഗാലക്സി അല്ലേ, ക്ലസ്റ്ററുകൾ എന്ന് പറയും. അത് കഴിഞ്ഞ് സൂപ്പർ ക്ലസ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ വിശാലത നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മളെന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമിയിലിരുന്ന് ഭൂമിയിൽ കോടാനുകൂടി ആളുകളുണ്ട്, 800 കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ ഇടയിൽ വളരെ നിസ്സാരനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നതിൽ നമ്മൾ ഇവിടെ ഇരുന്ന് വീമ്പിളക്കുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യുന്നത് എത്ര അറിവില്ലായ്മയാണെന്ന് ചിന്തിച്ചു നോക്കി അല്ലേ. ഇത്രയും വിശാലമായിട്ടുള്ള നമ്മളുടെ ഈ പ്രപഞ്ചം, അതിൽ നമ്മളുടെ സ്ഥാനം എന്താണ്? താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പോലും ഇല്ലാത്ത ഒരു വലിപ്പമില്ലുള്ളൂ. പിന്നെ ബോസ്റ്റ് ചെയ്യുന്നതിൽ, നമ്മളെ തന്നെ പൊക്കി കാണിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും അറിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴ്മ സ്വാഭാവികമായിട്ട് വരും. അപ്പം അറിവില്ലായ്മയല്ല ഇതിലേക്ക് നയിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ളൊരു ബോധമില്ലായ്മയല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ പലപ്പോഴും അറിവ് സമ്പാദിക്കുന്നത് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ ചില ടിപ്സ് ആയിരുന്നെങ്കിലും നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ സഹായിക്കുന്ന ടിപ്സ് ഇതിലുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന ചില വശങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സമാനമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.